കനത്ത ആക്രമണമാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയത്. 595 ഡ്രോണുകളും 48 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു മണിക്കൂറുകൾ നീണ്ട തുടർച്ചയായ ആക്രമണം. യുദ്ധം തുടങ്ങിയ ശേഷം യുക്രൈന് നേരെ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നാണിത്. ആക്രമണം 12 മണിക്കൂർ നീണ്ടുനിന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 70ഓളം പേർക്ക് പരിക്കേറ്റതായും BBC റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ 12 വയസ്സുകാരി ഉൾപ്പെടുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ആക്രമണം യുക്രൈനിൽ കനത്ത നാശം വിതച്ചു. ആശുപത്രികളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ തകർന്നു. യുക്രൈനിലെ 7 മേഖലകളിലായിരുന്നു ആക്രമണം. യുക്രൈൻ വ്യോമസേനയുടെ സൈനിക സൗകര്യങ്ങളും വ്യവസായ സംരംഭങ്ങളും ആക്രമിച്ചതായി റഷ്യ പറഞ്ഞു. വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി റഷ്യ അറിയിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനെതിരെ കനത്ത ആക്രമണം നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടതായി യുക്രൈൻ അവകാശപ്പെട്ടു. യുക്രൈൻ തിരിച്ചടിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. നീചമായ ആക്രമണമെന്നാണ് സെലൻസ്കി സംഭവത്തെ വിശേഷിപ്പിച്ചത്. റഷ്യ ആക്രമണവും കൊലപാതകവും തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിതെന്നും സെലൻസ്കി ആരോപിച്ചു. റഷ്യ ആക്രമണം തുടരുന്നതിനാൽ മറ്റ് രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇന്ധനം വാങ്ങുന്നതുൾപ്പെടെ നിർത്താനും രാജ്യങ്ങളോട് സെലൻസ്കി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി യുക്രൈൻ അറിയിച്ചു. ഡ്രോണോ മിസൈലോ ലക്ഷ്യത്തിലെത്തിയതിൻ്റെ ശബ്ദമാവാം അതെന്നാണ് യുക്രൈൻ പറയുന്നത്. രാജ്യത്തിൻ്റെ എയർ അലേർട്ട് ആപ്പ് കീവിലെ ജനങ്ങളോട് ഷട്ടറുകളിലേക്ക് പോകാനും അവിടെ തന്നെ തുടരാനും ആവശ്യപ്പെട്ടു. 100 കണക്കിന് ഡ്രോണുകളാണ് നഗരത്തിലേക്ക് എത്തിയത്. വ്യോമാക്രമണ ഭീഷണി മുന്നറിയിപ്പുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. ആക്രമണത്തിൽ രാജ്യത്തുടനീളമുള്ള കുറഞ്ഞത് 100 സിവിലിയൻ സ്ഥലങ്ങളെങ്കിലും തകർന്നുവെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഇഗോർ ക്ലെമെൻകോ പറഞ്ഞു. കീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിക്ക് നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു നഴ്സും ഒരു രോഗിയും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. യൂറോപ്പിൽ നിന്നും US നിന്നും ശക്തമായ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. UN ജനറൽ അസംബ്ലി അവസാനിക്കുന്ന ആഴ്ചയിലാണ് ഈ ക്രൂരമായ ആക്രമണം നടത്തിയത്. ഇതിലൂടെ റഷ്യ അതിൻ്റെ യഥാർത്ഥ നിലപാട് പ്രഖ്യാപിക്കുകയാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയും യൂറോപ്യൻ സഖ്യകക്ഷികൾ അവരുടെ റഷ്യൻ എണ്ണവാതക ഇറക്കുമതി നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തതും സെലൻസ്കി ആവർത്തിച്ചു. അടുത്തിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ നിലപാട് ട്രംപ് മാറ്റിയിരുന്നു. ദീർഘകാല യുദ്ധത്തിൻ്റെ സമ്മർദ്ദത്തിൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ തകർന്നതിനാൽ യുക്രൈന് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ സമാധാന ചർച്ചകൾ ആരംഭിക്കാനുള്ള റഷ്യയുടെ താൽപ്പര്യക്കുറവിൽ ട്രംപിന് നിരാശയുണ്ടെന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്.